പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ നാളെ മുതൽ ഗതാഗത ക്രമീകരണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുമാണ് നിയന്ത്രണം ഉണ്ടാവുക. അതിന്റെ വിവരങ്ങൾ കൂടി അനന്തകൃഷ്ണൻ പങ്കുവയ്ക്കും. അനന്തൻ, എങ്ങനെയൊക്കെയാണ് സാധാരണ ആളുകളുടെ യാത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്? ദിവിഷ്, വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ചടങ്ങിനു വേണ്ടി പ്രധാനമന്ത്രി നാളെയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. പ്രധാനമന്ത്രി തങ്ങുന്നത് വെള്ളയമ്പലത്തെ രാജ്ഭവനിലുമാണ്. അപ്പോൾ നാളെ ഉച്ച മുതൽ തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രി പോകുന്നത് വരെ കർശനമായ ഗതാഗത ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണ ചുമതല സിറ്റി പോലീസിനാണ്. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ റോഡുകളിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെയുള്ള പ്രധാന റോഡിലേക്ക് വന്നു ചേരുന്നതും ആ റോഡിലും ആണ് ഗതാഗത ക്രമീകരണമുള്ളത്. എല്ലാ റോഡുകളുടെയും പേര് ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിലീസിൽ പറയുന്നുണ്ട്. ആ റോഡുകളിലുള്ള പാർക്കിങ്ങും അനുവദനീയമല്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ചടങ്ങ് നടക്കുന്ന വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശംഖുമുഖം റോഡ്, രാജ്ഭവൻ റോഡ്, അതിനൊപ്പം തന്നെ പാങ്ങോട് മിലിറ്ററി ഏരിയയിലേക്കുള്ള റോഡ്, ഈ റോഡുകളും അതിലോട് ചേരുന്ന അനുബന്ധ റോഡുകളിലുമാണ് ഗതാഗത ക്രമീകരണം. ആ സമയത്ത് ഈ റൂട്ട് സമയത്ത് വാഹനങ്ങൾ അനുവദിക്കില്ല. അതിനു മുൻപ് തന്നെ ഈ പാതകൾക്കരികിൽ പാർക്കിംഗ് അനുവദിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം വിമാനത്താവളത്തിലേക്ക് പോകേണ്ട ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർ മുൻകൂട്ടി അവരുടെ യാത്ര ക്രമീകരിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ദിവിഷൻ.